വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ എന്താ പറയുക, കുഞ്ഞി ഹായ് പറ കുഞ്ഞി. അപ്പം നമ്മൾ ഇന്ന് സൈഡർ ഫാം കാണാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ സൈഡർ ഫാം പോയിട്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, സൈഡർ ഫാം പോകുന്നുണ്ട്, പിന്നെ നമ്മൾ പോകുന്നത് സ്ട്രോബെറി ഫാമിലോട്ട്. അപ്പം രണ്ടിടത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അന്നേരം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ സൈഡർ ഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ ആപ്പിൾ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് മൊത്തം ആപ്പിളാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ദാ ഇത് നിൽക്കുന്നത് മുഴുവനും ആപ്പിളിൻ്റെ മരങ്ങളാണ് കേട്ടോ. ലൈക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കാണാൻ പറ്റില്ല, ബിക്കോസ് അത്രയും ഉണ്ടെന്ന് പറയാം. ബിക്കോസ് ഇങ്ങനെ ഒരു റോ വൈസ് പാരലായിട്ട് ഓരോ റോയിലാണ് അവരിങ്ങനെ ഈ ആപ്പിൾ ട്രീസ് നിൽക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒരു എന്താ പറയുക അടിപൊളി വ്യൂ ആയിരുന്നു കാണാൻ. അപ്പോൾ ഇവിടെ എന്താ പറയുക മുകളിൽ മാത്രമല്ല കുറച്ച് അടിയിലും ഉണ്ടായി നിൽക്കുന്നുണ്ടായത് ചെറിയ വക ആപ്പിൾസ്. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കൊതിയായി. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കഴിച്ചു. എന്താ പറയുക ഫ്രഷ് ആപ്പിൾസ്, ഇറ്റ്സ് നൈസ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഒരുപാട് ആപ്പിൾസ് ഇതാ ഇവിടെ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞും കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കുറേ ആപ്പിൾസ് സൈഡിലുണ്ടാക്കാൻ വേണ്ടി ആപ്പിൾസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഷീപ്പും പിന്നെ എക്സ്മോർ പോണീസൊക്കെ ആയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ അപ്പുറത്തൊക്കെ ആപ്പിൾ മരം തന്നെ കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ചെറിയ ബ്ലൂബെറീസിൻ്റെ ബ്ലൂബെറി അല്ല ബ്ലാക്ക് ബെറീസിൻ്റെ കുറച്ച് എന്താ പറയുക ചെടികളും ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് ഈ ആപ്പിൾസ് മാത്രമല്ല പേഴ്സ്, ഈ ബ്ലാക്ക് ബെറീസ്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത് ആപ്പിൾസാണ്. എവിടെ നോക്കിയാലും ഫുൾ ഓഫ് ആപ്പിൾസ് ആയിരുന്നു. അങ്ങനെ നമ്മളിതാ ആപ്പിൾസും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ നമ്മുടെ സൈഡർ ഫാമിൻ്റെ അകത്തോട്ട് കയറാണ് കേട്ടോ. ഇവിടെ ആ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ അവിടേക്ക് പോകണം എന്നാണ് ആഗ്രഹം. അവരോട് ചോദിച്ചു നോക്കണം അവിടെ വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന്. പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ സൈഡർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കുണ്ട്. പിന്നെ എന്താ പറയുക വലിയവർക്ക് ഇരിക്കാൻ ഗാർഡൻ പോലത്തെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ലൈക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഇവിടെ ഇതിൻ്റെ ഒരു എന്താ പറയുക സൈഡർ ഫാം ഷോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ കൂടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കയറിയത്. വളരെ എന്താ പറയുക പക്ക വിൻറ്റേജ് ഒരു സംഭവം, പക്ക വിൻറ്റേജ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഷോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു സെയിലിന്. ഞാൻ വിചാരിച്ചു ഇവിടെ സൈഡർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഒരുപാട് നല്ല ഭംഗിയുള്ള പെൻഡൻസുമ്മിലുള്ള ചെയിൻസ് ആൻഡ് ഇയറിങ്സ്, കോസ്റ്റേഴ്സ്, ഈവൻ ജെം സ്റ്റോൺസ് വരെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇതുപോലത്തെ പ്രഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ എങ്ങനെയാണ് മെയ്ഡ് ചെയ്തതെന്നുള്ളതിൻ്റെ മെയ്ഡ് ചെയ്തല്ല എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിൻ്റെ ഉള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പോലത്തെ കാർഡ്സ് വരെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ നേരെ സൈഡായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ഒരുമിച്ച് ജോയിൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്, ചെറിയൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക കുറേ കേക്ക്സും ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ പുറത്ത് നല്ല വ്യൂ ആണ്. നമുക്ക് അവിടെ പുറത്ത് പോയിരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഒരുപാട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മാർമലേറ്റ്സും ജാമും എന്താ പറയുക ബിസ്ക്കറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഞാനൊരു മാർമലേറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ, പക്ക വിൻറ്റേജ്. ആ സമയം കൊണ്ട് ഏട്ടൻ എന്താ അവിടെ സൈഡ് ടെസ്റ്റ് ചെയ്ത് ഒരു സൈഡർ മേടിച്ച് കുടിക്കുന്നുണ്ട്. അത് മിക്ക മേത്ത് കൂടെ കളഞ്ഞു. അപ്പം ഞാൻ ഇവിടെ 3 സൈഡും ടെസ്റ്റ് ചെയ്തു. എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടത് ഈ ഒരെണ്ണമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വലിയ ഗ്ലാസ് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏട്ടനവിടെ കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഗ്ലാസ്സിലുണ്ടായിരുന്ന സൈഡർ മൊത്തം ഫിനിഷ് ചെയ്തു. ഇത് ബേസിക്കലി നല്ലൊരു സൈഡർ ഫാമാണ്. കാരണം നല്ല അടിപൊളി സൈഡർ, ബിക്കോസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത സൈഡറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത മിക്ക സൈഡേഴ്സും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അവർക്ക് കൂടുതൽ നമ്മൾ എന്താ പറയുക മീഡിയം ഡ്രൈ, പിന്നെ വളരെ ഡ്രൈനെസ് കുറവുള്ള അങ്ങനെ പല ടൈപ്പ് സൈഡേഴ്സ് ഉണ്ട്. നമ്മൾ 3 ടേസ്റ്റ് ചെയ്തു. അതിൽ കുറച്ചുകൂടി സ്വീറ്റ് ആയിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് നമുക്കിപ്പോൾ എന്താ പറയുക കയറാൻ പറ്റത്തില്ല. അവരിപ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന ടൈമായിന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ജസ്റ്റ് ചെറിയൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക്
ഇവിടെ ഓർക്കിഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, ആപ്പിൾസിൻ്റെ ട്രീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് ആനിമൽസ് ഒക്കെ ഉണ്ട്, ലൈക്ക് എക്സ്മോർ പോണീസ് അങ്ങനത്തെ കുറച്ച് മോളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വേഫുൾ ഐസ്ക്രീം വിത്ത് ക്രീം മാർഷ്മെല്ലോ ഒക്കെ ഒരു ഡെസേർട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ അവർ ചെറിയൊരു സ്ട്രോബെറി സിറപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, ആ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്തു കേട്ടോ. അതിങ്ങനെ വേണം പറയാൻ, സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് സ്ട്രോബെറി ഫാമിലേക്കാണ് കേട്ടോ. സോറി, അതിന് മുന്നേ നമ്മൾ വീട്ടിൽ കയറിയായിരുന്നു. ബിക്കോസ് ഏട്ടൻ്റെ മേത്ത് കൂടെ ഉണ്ണി ഛർദ്ദിച്ച് അവർ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തു. അതിൻ്റെ കൂടെ ഞാനും ഒന്ന് ഡ്രസ്സ് മാറി. കാരണം അവർ മാത്രം ഡ്രസ്സ് മാറിയാൽ ശരിയാവോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിലെത്തിയിട്ട് അവിടെ നമ്മൾ നേരെ എന്താ പറയുക, നമുക്ക് സ്ട്രോബെറി പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റും വിത്ത് നമുക്കൊരു ബാസ്ക്കറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ചെന്ന് നമുക്ക് ഇതിൻ്റെ ഫാമിലോട്ട് ചെന്നിട്ട് നമുക്ക് സെൽഫായിട്ട് സ്ട്രോബെറീസ് ഇതുമെന്ന് നമുക്ക് പറിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ വീട്ടിലോട്ട്. കുഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ. ഇന്ന് മൊത്തത്തിലൊരു കറക്കം ഉള്ളൊരു ദിവസമായതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്കിങ്ങനെ പുറത്ത് കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളത് ഈ സ്ട്രോബെറീസ് പറിച്ചു തുടങ്ങി. സംഭവം നല്ല റെഡ് ആൻഡ് റൈപ്പ് സ്ട്രോബെറീസാണ് മൊത്തം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ചൊക്കെ ഇങ്ങനെ പച്ചയാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ, ഇറ്റ്സ് നൈസ്. ഏട്ടൻ കുഞ്ഞിനെയും വെച്ച് സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ബാസ്ക്കറ്റ് നിറയെ സ്ട്രോബെറി, നമ്മളിതാ ഒരു വലിയ ബോക്സ് നിറയെ സ്ട്രോബെറീസ് പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ഓർഗാനിക്, നല്ല ജ്യൂസി ആകുന്നുണ്ട് കണ്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കഴുകിയിട്ട് വേണം ഇതൊക്കെ കഴിക്കണമെങ്കിൽ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സൈഡറും മേടിച്ചു, സ്ട്രോബെറിയും കിട്ടി. ഇപ്പം നിങ്ങൾക്ക് കിട്ടി. നമ്മൾ ഇന്ന് സൈഡർ ഫാം പിന്നെ നമ്മുടെ സ്ട്രോബെറി ഫാമിലേക്കൊക്കെ പോയി നമ്മൾ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം വന്നു കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കിടന്ന് ഉറങ്ങാൻ ചെയ്തേ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നമുക്ക് സൈഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഒരു ഇത്തിരി സ്വീറ്റ് ആയിട്ടുള്ള ഇത്തിരി ഡ്രൈനെസ് കുറഞ്ഞൊരു സൈഡറായിരുന്നു. ചേട്ടനും അതിന് ഇഷ്ടപ്പെട്ടെ. അപ്പം ഞങ്ങളിന്ന് അതിൻ്റെ 1 ലിറ്റർ ക്യാൻ മേടിച്ചു. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ 1 ലിറ്റർ ക്യാൻ ഓഫ് സൈഡർ നമ്മൾ മേടിച്ചു, ഫ്രഷ് ആൻഡ് ഓർഗാനിക്. അപ്പം ഇതും മേടിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. പിന്നെ സ്ട്രോബെറീസും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ അവിടുന്ന് കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ല. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഹൗസ് മൂവിങ് ആയിരുന്നു. അപ്പോൾ വീട് മൂവ് ചെയ്യണേറ്റും പിന്നെ മാത്രമല്ല എനിക്ക് കോവിഡായിരുന്നു ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ വയ്യാണ്ടിരിക്കുകയായിരുന്നു, പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറയില്ല, കാരണം പറ്റില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം നോക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.